ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ പതിവുപടി രാവിലെ എണീറ്റു നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ തോമൊന്ന് നേരത്തോടെ എണീറ്റ് വന്നു. അപ്പോൾ ഞാൻ മെഴുകുതിരി കത്തിക്കാൻ നിൽക്കുമ്പോൾ തോമു ചോദിക്കണേ, കുറേ ഇപ്പം ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയല്ലോ, അതെന്തിനാ കത്തിക്കണേ, തമ്പാച്ചൻ്റെ മേത്ത് ബ്ലഡ് ഉണ്ട്, ചോരയുണ്ട്, ചോര എങ്ങനെയാണ് വന്നേ. അപ്പോൾ ഞാൻ അവന് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അപ്പുറത്ത് ചാക്കോച്ചൻ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോമും ഞങ്ങൾ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ സ്ലൈഡ് വൈകുന്നേരം ആകുമ്പോൾ അകത്തേക്ക് എടുത്ത് വെക്കും, കുട്ടികൾ കളിക്കണ സമയമാകുമ്പോൾ എടുത്ത് പുറത്തെടുപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹാള് തിങ്ങിയിരിക്കുക, ഒരു വശത്ത് സോഫ, ഒരു വശത്ത് സ്ലൈഡ്, അങ്ങനെയൊക്കെ ആയിട്ട്. എന്നാലും എന്താ പറയുക, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന കാര്യമുള്ളൂ, പോകുന്ന വരെയല്ലേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് സ്ലൈഡ് അകത്ത് വന്നപ്പോൾ കളിക്കാനായിട്ട് ഒരു സുഖമായിട്ടാണ്. അതുമ്പോൾ ചളിയൊന്നും ആവണില്ലല്ലോ, മുറ്റത്ത് മണ്ണൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പാപ്പനും മക്കളും പുറത്താണ്. അപ്പോൾ അപ്പാപ്പ ഇങ്ങനെ കിടാങ്ങളുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് നിൽക്കുകയാണ്. രാവിലത്തെ ഡ്യൂട്ടി അപ്പാപ്പനാണ്. രാവിലത്തേതല്ല, എപ്പോഴും കുട്ടികൾക്ക് അപ്പാപ്പനെ വേണ്ടു കേട്ടോ. അപ്പോൾ ഇവൻ്റെ കള്ള ചിരിയോട് കൂടിയിട്ടുള്ള ബഹളം ഇപ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അവൻ എന്താ പറയുക, വിളിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം ഡോൺ തോമുനെ കൊണ്ടുവന്നാക്കിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ടാണ്, അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വടയായിരുന്നു കേട്ടോ, വടയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോൺ അപ്പയുടെ കൂടെ പോയി അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഡിവൈൻ ഇന്ന് റിവ്യൂവിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു നമ്മുടെ ചാക്കോച്ചന്. അപ്പോൾ അത് കഴിഞ്ഞ് ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിലെ വരളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോയി കഴിഞ്ഞ് പിന്നെ 11:15 വരെ സമയമുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഗ്രൂപ്പിൽ കയറി കുട്ടികളോട് എന്തെങ്കിലും രണ്ട് വർത്താനമൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ പാച്ചുവിനെ റെഡിയാക്കി. പാച്ചു പോകാനായിട്ട് ഉഷാറായിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് മാറിയതിന് ശേഷം ഇവിടെ സ്ലൈഡിൽ, അപ്പോൾ രണ്ടാളും സ്ലൈഡ് എന്ന് പറയും കേട്ടോ, സ്ലൈഡിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ വണ്ടികളായാലും ഷൂ ആയാലും കയ്യിൽ കിട്ടിയ മൊബൈലായാലും ഈ സ്ലൈഡിൽ കൂടി ഇട്ടിട്ട് താഴത്തേക്ക് വരണത് കണ്ടിട്ട് താഴെ നിന്ന് കൈകൊട്ടലാണ് ഇവൻ്റെ മെയിൻ പണി കേട്ടോ. ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ശീലമുള്ള കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പറയണത് കേട്ടിട്ട് ടി വിയുടെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെ സ്ലൈഡിൽ കളിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പൊന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് മറ്റേ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ കുറേ ടോയ്സ് ഇങ്ങനെ ആദ്യം ബിഫോർ ബ്രെയിനിൽ നിന്നായിരുന്നു. ഇത് എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഡിംപിൾ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ മാഗ്നറ്റ് കൊണ്ട് ഓരോ കളേഴ്സ് സെലക്ട് ചെയ്തിടുന്നത്, പിന്നെ പസില്, പിന്നെ മൗത്ത് ഓർഗൻ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓൺലൈനിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ അതൊക്കെ പാച്ചുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പാച്ചുവിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ മറ്റേ തെറാപ്പിക്ക്. അപ്പോൾ ഇന്ന് പോയി വന്നപ്പോൾ പറഞ്ഞു ഇനി അധികം കുറേ ദിവസങ്ങൾക്കൊന്നും പോകണ്ട, അവനെ മാക്സിമം നേരത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണെന്ന് അറിയില്ല, നമുക്ക് നോർമൽ പ്ലേ സ്കൂളിലേക്ക് വിടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അവൻ നല്ലോണം ഓരോന്ന് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടാണ്. അങ്ങനെ ആ സമയത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അവർ തിരിച്ചെത്തി. അപ്പം ഞാൻ പറയാറില്ലേ, ഇവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഇരിപ്പിരിക്കും. പിന്നെ ഇവർ വരുമ്പോഴാണ് ഞാൻ അയ്യോ ഇത്ര വേഗം ഇവരെത്തിയോന്നറിയാം. ശരിക്കും 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവരെത്തുക. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ 1.5 മണിക്കൂർ ഒരു 5 മിനിറ്റിൻ്റെ പോലെയാണ്, പെട്ടെന്ന് കടന്നു പോകും. കാരണം ഈ സമയത്താണ് ഞാൻ പാക്കിങ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ശനിയാഴ്ചയിലത്തെയും ഞായറാഴ്ചയിലത്തെയും സാധനങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഡിവൈൻ സാരിയുടെ വീഡിയോ ഇട്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് സാരിയുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ പെട്ടെന്ന് കടന്നുപോയി. അങ്ങനെ ഇവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഡിംപിളിനോട് പറഞ്ഞു, മോനെയും കൊണ്ട് അകത്തേക്ക് പോയാൽ മതി, കാരണം എൻ്റെ പണികൾ മൊത്തം കഴിഞ്ഞിട്ടില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളല്ല, അവർക്ക് അറിയില്ലല്ലോ, അതൊന്ന് വലിച്ച് ഇതൊന്ന് വലിച്ച് സമയം കുറേ നമുക്ക് അങ്ങനെ പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറും കറിയൊക്കെ ഞാൻ വെച്ചോളാം, നിങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് പോയാൽ മതി തോന്നുന്നു. അങ്ങനെ ശരിക്കും 1 മണി 1:30 ആയപ്പോഴേക്കും ഡിവൈനും ഡോണും ചാക്കോച്ചനും കൂടി വന്നു കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ അവർ വരുന്നതോട് കൂടിയിട്ട് ഇവിടെ തോമൂനെയും വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അവർ വരുമ്പോൾ തോമൂനെ കൊണ്ടുവന്നില്ല, ഡാഡിയാണ് കേട്ടോ തോമൂനെ കൊണ്ടുവന്നത്. അപ്പോൾ അവർ വന്ന് ഈ പറഞ്ഞ പോലെ ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറിനതും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ആകെ തിരക്കാർന്നു പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ ശരിക്കും ഊണ് കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി, ഭയങ്കര ചൂടാട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഡിംപിൾ പറഞ്ഞത്. അപ്പോൾ ഡിവൈനൊക്കെ സ്റ്റുഡിയോയിലൊക്കെ പോയി പർച്ചേസിങ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ വന്നപ്പോൾ ഡിമ്പിളിനോട് പറഞ്ഞു അവിടെ ഇഷ്ടംപോലെ ടോപ്പുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്, പോയി എടുക്കുക. ഡിവൈൻ ഓൾറെഡി എടുത്തു, അപ്പോൾ ഒരുപോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഡിവൈന് സൈസ് കറക്റ്റാണ്. ഡിമ്പിളിന് ഇറക്കം ലെങ്ത്ത് കുറവാണ് ഉള്ള ഹൈറ്റുള്ള കാരണം. ഇതാണ് സ്റ്റുഡിയോയിലത്തെ ഡ്രസ്സിങ് റൂമുകളും കാര്യങ്ങളും കേട്ടോ. നല്ല സൗകര്യമാണ്. ഇതിപ്പോൾ നമ്മളുടെ പുതിയ സ്റ്റുഡിയോ ഉണ്ടല്ലോ നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൽ ഉണ്ണീശോ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അവിടെ ദേ ചെരുപ്പുകൾ കണ്ടോ, 299 രൂപ, 399 രൂപ. ഡിമ്പിൾ ഷൂവും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങൾ, ബ്രാൻഡഡ് സാധനങ്ങളാണ്. പക്ഷേ വില ഈ പറഞ്ഞ പോലത്തെയാണ്. അങ്ങനെയാണ് കേട്ടോ. ടോപ്പുകൾ 1000 വരെ, അതായത് 999 വരെയാണ് അവിടെയുള്ള സാധനങ്ങൾ. 299 തൊട്ട്, അല്ല 99 തൊട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ പാച്ചുവിന് 2 ചേട്ടന്മാരെ കിട്ടി. അപ്പോൾ അവരുടെ കൂടെയുള്ള കളിയായിരുന്നു കേട്ടോ അവൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങി ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഉണ്ണീശോ പള്ളി. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഉണ്ണീശോ പള്ളിയുടെ മുമ്പിൽ കൂടെ എപ്പോൾ കിടക്കുമ്പോഴും ഞാനും പൊന്നും ഒന്ന് നോക്കി, എന്താ പറയുക, ഒരു ഓർമ്മകൾ. കാരണം അതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടാണ് നമ്മൾ മിഷൻ ഹോസ്പിറ്റലിൽ കാറ് പാർക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ കൂടെ പോയിട്ട് നമ്മുടെ ലൂർദ് പള്ളിയുടെ മുമ്പിൽ കൂടെ പോകും. അപ്പോൾ എപ്പോൾ പോകുമ്പോഴും ഈ ഉണ്ണീശോ പള്ളിയുടെ അതിലേ പോകുമ്പോൾ ഉണ്ണീശോനോട് നമ്മുടെ കുട്ടികളെ 2 പേരെയും രക്ഷിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥന അവിടെ കൂടിയിട്ടായിരുന്നു നമ്മളെപ്പോഴും പോവുക. പിന്നെ അതിൽ നിന്ന് ഒരാളെ തന്നപ്പോൾ നമ്മൾ ആ ഒരാൾ ഏറ്റവും നല്ല രീതിയിൽ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അതുപോലെ തന്നെ അവൻ ആദ്യം കൊണ്ടുപോയി സമർപ്പിച്ച് കെടുത്തിയതും നമ്മൾ ഉണ്ണീശോ പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ണീശോ പള്ളി കണ്ട ഭയങ്കര ഓർമ്മകളാണ്. ശരിക്കും ഡോണിൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഓർമ്മകളുണ്ട് എങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ പാച്ചുവിൻ്റെ കാര്യമാണ് കേട്ടോ നമുക്ക് ഓർമ്മ വരാം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ VCareലേക്കാണ് പോയത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എല്ലാ സാധനങ്ങളും പൊന്നോ എനിക്ക് തോന്നുന്നു കൺസീവ് ചെയ്ത സമയത്താണ് ഇവിടെ VCare സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തൊട്ട് ഞങ്ങൾ ഇന്ന് വരെ അവിടെ നിന്നാണ് കേട്ടോ എല്ലാതും. നല്ല സർവീസുമാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ ചെല്ലുമ്പോൾ എന്താ വേണ്ടതെന്നൊന്നും ആരും ചോദിക്കില്ല. നമുക്ക് എന്താണോ ആവശ്യം അതെടുത്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബില്ല് ചെയ്ത് വരും. നല്ല സർവീസാണ് കേട്ടോ അവരുടെ. അപ്പോൾ നമ്മളുടെ ഫാമിലി മൊത്തം അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുക. പിന്നെ എത്രയോ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്രയോ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട്. അതിന് ഓരോ സെക്ഷനും ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, ബ്രാൻഡഡ് സാധനങ്ങൾ ഒരു വശത്ത്, പിന്നെ കോസ്മെറ്റിക്സ്, പിന്നെ എന്തിട്ട് സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ ഓരോന്നിനും ഓരോ സെക്ഷനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പോയിട്ട് എടുക്കുക വേണ്ടും. പിന്നെ ഇഷ്ടമായില്ല എങ്കിൽ നമുക്ക് ഇറങ്ങി പോരുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്താണ് വാസന്തിയുടെ നമ്മുടെ നീതു മോളുടെ ഷോപ്പുള്ളത്. പക്ഷേ ഞാൻ അവിടേക്കൊന്നും പോയില്ല. കാരണം ഞാനും പാച്ചും ഡാഡിയും ഡിമ്പിളായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ശരിക്കും തളർന്ന പോലെയായിട്ടോ. ഭയങ്കര ക്ഷീണം. എനിക്ക് ഒരു നിലയ്ക്കും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത പോലെ. എന്നാലും പിന്നെ ഞാൻ അതൊന്നും കാണിക്കാണ്ട് മുന്നിലേക്ക് യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബിസ്മിയിലിറങ്ങി രാത്രിയിലേക്കുള്ള ഫുഡ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിലേക്ക് വിചാരിച്ചു ചപ്പാത്തി വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയ. അപ്പോൾ അവിടെ പൊറോട്ട അടിക്കണപ്പോൾ ഒരു പൂതി, അത് പൊറോട്ട മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശരി തന്നെ പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നു. ഡിവൈൻ മുട്ട റോസ്റ്റ് വെച്ചു. കാരണം ഞാൻ ഒറ്റ കിടപ്പ് കിടന്നു. വന്ന വഴിക്ക് ഞാൻ കിടന്നു. എനിക്കെന്തോ ഭയങ്കര ഒരു ക്ഷീണം പോലെ ഫീൽ ചെയ്തു. നോക്കിയപ്പോൾ പ്രഷർ ഇത്തിരി ഹൈ ആയിരുന്നു കേട്ടോ. എനിക്ക് ചൂടിൻ്റെ എന്തോ എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിൽ കയറി. അപ്പോൾ നിങ്ങൾ മുകളിൽ നമ്മളുടെ റൂം ഒതുക്കിയത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതേ ഓരോ സെക്ഷനാണ്. ടർക്കികളായാലും ബെഡ്ഷീറ്റായാലും പിന്നെ ടേബിൾ കവറുകളായാലും സാരികൾ, എല്ലാതും സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടമാനം പുതിയ സാരികളാണ് കേട്ടോ. പിന്നെ സാരികൾ കൊടുക്കാനുള്ളതിൻ്റെ സ്റ്റോക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു ബാഗ് തുറന്നാൽ അതിലെന്താണെന്നുള്ളത് കണ്ണടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിളുടെയൊക്കെ കുറച്ച് ടോപ്പുകൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ടോപ്പും ഡ്രസ്സുകളും. സംഭവം എനിക്കത് ആ ബാഗ് ഏതാണെന്ന് എനിക്കറിയില്ല. ചൂടാന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടും, സമയം വെച്ചാൽ കുറേ ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ തൽക്കാലം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഇറങ്ങി. ഡിമ്പിളുടെ കുറച്ച് പുതിയ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ എടുത്ത് പതുക്കെ നമ്മൾ താഴേക്ക് ഇറങ്ങി.
അപ്പോൾ ഇത് ഏതാ റൂമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഡോണിൻ്റെ മുമ്പത്തെ റൂമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ആ കബേർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിപ്പോൾ സ്റ്റോർ റൂമല്ല, ഗസ്റ്റ് റൂം എന്നുള്ളത് മാറി ഈ റൂം നമ്മൾ കംപ്ലീറ്റ് സാധനങ്ങൾ അടക്കി ഒതുക്കി വെച്ചിട്ടുള്ള റൂമാക്കിയിട്ടോ. അപ്പോൾ എന്ത് സംഭവമായാലും തുറന്നിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മളുടെ വീട്ടിൽ മുമ്പ് നിന്നിരുന്ന പാറുവും ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരൊക്കെ നിന്നിരുന്നത്. ഇപ്പോൾ വരുന്നവരൊക്കെ താമസിക്കുന്നത് ഈ റൂമിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ റൂമിൽ ഇതേ നമ്മുടെ തോമുവിൻ്റെ ജീപ്പും റൈഡോണും ഒക്കെ ഉണ്ട്. പിന്നെ ടബ്ബ് കാര്യങ്ങൾ എല്ലാതും ഇവിടെയാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഡിംപിളും ഡിവൈനും എന്നെ കളിയാക്കി പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും, മുകളിൽ അലമാരിയിൽ നിറച്ച് പാത്രങ്ങൾ പുതിയതിരിക്കുമ്പോഴാണ് മമ്മി പഴയ പാത്രങ്ങൾ യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതാണ് ഇത് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട്. അത് ഏത് തരത്തിൽ വേണമെങ്കിൽ ഉണ്ട്. മൈക്രോവേവ് സേഫ് വേണമെങ്കിൽ ഉണ്ട്, മറ്റേ ജ്യൂസറുകളുണ്ട്, സോസ് പാനുകൾ, കുക്കറുകൾ, ഏത് തരം പാത്രം വേണമെങ്കിൽ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, പഴയ സാധനങ്ങൾ എങ്ങനെയാണ് മാറ്റുക, ഒരു പരിധി വരെയല്ലേ നമുക്ക് എല്ലാതും മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് മാത്രം, പുറത്തേക്ക് എടുത്തിട്ടില്ല എന്ന് മാത്രം. ഇതിപ്പോൾ അതേ ക്യാമറയുടെ സ്റ്റാൻഡും ടബ്ബൊക്കെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാമല്ലോ, ഡോണിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലത്തെ സ്റ്റിക്കറാണ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും എടുക്കാനും ഒന്നും നിന്നിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മുകളിലിപ്പോൾ അവർ മാത്രമാണല്ലോ, അപ്പോൾ 2 റൂമായിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഞാൻ ദേ പട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ വന്ന് ഇപ്പോൾ സ്ഥിരം നമുക്ക് ഫിൽറ്ററിലേക്ക് വെള്ളം ഒഴിക്കണം, 2 നേരം ഒഴിക്കേണ്ടി വരും. 16 ലിറ്ററാണ് ഇതിൽ കൊള്ളുക. എന്നാലിപ്പോൾ ഈ വേനൽക്കാലമായ കാരണം ഭയങ്കര വെള്ളത്തിൻ്റെ ദാഹമാണ്. അപ്പോൾ ശരിക്ക് ഒരു വലിയ വട്ടയ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. അപ്പോൾ രാവിലെ ഒഴിക്കും, ചിലപ്പോൾ ഉച്ചതിരിഞ്ഞ് ഒഴിക്കേണ്ടി വരും, രാത്രി ഒഴിക്കേണ്ടി വരും കേട്ടോ. എന്നാലും സാരമില്ല, നല്ല ഫിൽറ്റർ എനിക്കിഷ്ടമായി. അങ്ങനെ എല്ലായിടത്തിൻ്റെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രിയായപ്പോൾ ഡിവൈൻ്റെ വക ഒരു തുടയുണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഡിവൈൻ മൊത്തം ഒന്ന് ക്ലീൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടുക്കളത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഇനി കിടക്കാനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴേക്കോ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. ബിഗ് ബോസിൻ്റെ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ കുട്ടികൾ വിളിച്ചപ്പോഴാണ് അത്രയും ക്ഷീണവും വയ്യായും, ചൂടിൻ്റെ ആയിരിക്കണം, അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഇപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ ഞാൻ വരാം കേട്ടോ. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ കാണാം. അതുവരേക്ക് ബൈ.